Welcome to Libu's Trucking Life. Feel me. നമസ്കാരം എല്ലാവർക്കും. കുറച്ചേറെ കാലങ്ങൾക്ക് ശേഷമാണ് വീണ്ടും വരുന്നത്. എന്തായാലും എല്ലാവർക്കും ലിബൂസ് ട്രക്കിംഗ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ട്രക്കേഴ്സിനാണ് കൂടുതൽ ഇതുകൊണ്ടുള്ള യൂസ്. കാരണം വന്നിട്ട് ട്രക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വന്നിട്ട് പലതരം ഹെഡ്സെറ്റുകളാണ് യൂസ് ചെയ്യാറ്. സാധാരണ ഇയർബഡ്സുകൾ യൂസ് ചെയ്യുന്നതിൽ കൂടുതൽ വന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്ലൂ പാരറ്റിൻ്റെ വന്നിട്ട് ഹെഡ്സെറ്റാണ്, വൺ സൈഡ് ഹെഡ്സെറ്റാണ്. സോ അത് വെക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൺ സൈഡ് ചെവിയിൽ കൂടെ നമുക്ക് പുറകിൽ നിന്ന് എന്തെങ്കിലും വന്നിട്ട് കൂടുതലായിട്ടുള്ള ലൗഡ് നോയ്സോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ കേൾക്കാം. ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ പുറകിൽ നിന്ന് പോലീസ്, ഇല്ലെന്നുണ്ടെങ്കിൽ ആംബുലൻസ്, ഫയർഫോഴ്സ് ഇതുപോലുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാനുള്ള ഒരു ഇതിനോടാണ് വൺ സൈഡ് ഹെഡ്സെറ്റ് എപ്പോഴും ട്രക്കേഴ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിനകത്ത് പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോയ്സ് ക്യാൻസലേഷൻ. ഈ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബ്ലൂ പാരറ്റിൻ്റെ ഹെഡ്സെറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ബാലൻസ് ഉള്ള ഇയർബഡ്സിനൊക്കെ നോക്കാതെ ബ്ലൂ പാരറ്റ് ഇതുപോലുള്ള ഹെഡ്സെറ്റുകളാണ് സാധാരണഗതിയിൽ ട്രക്കേഴ്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇതും നമ്മൾ ഒത്തിരി സമയം ഇങ്ങനെ വെച്ച് കഴിയുമ്പം, ഞാനൊക്കെ ഫുൾ ടൈം ഇത് ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുന്നത് നമുക്ക് വന്നിട്ട് ഭയങ്കരമായിട്ട് കാതിന് ഭയങ്കര വേദന വരും. അതായത് കാതിലേക്ക് വന്നിട്ട് ഫോഴ്സ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഭയങ്കരമായ വേദനകൾ വരാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് പുതിയൊരു പ്രോഡക്റ്റ് ഇപ്പം എനിക്ക് കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്താം, ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്രദമാകുന്നെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് തുടർന്നുള്ള ആ ഒരു വീഡിയോയിലേക്ക് ഒന്ന് പോയി നോക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു റിവ്യൂ കാര്യങ്ങളോ ഒന്നുമല്ല. കാരണം ഇതിനു മുമ്പേ ഇറങ്ങിയിട്ടുള്ള സാധനമാണ്, പലർക്കും അറിയായിരിക്കാം. പക്ഷെ അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഞാനത് ഉപയോഗിച്ച് നോക്കി, എനിക്കത് നല്ലവണ്ണം തോന്നി എന്ന് അതുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അല്ലാതെ ഇത് കമ്പനിയുടെ ഒരു റിവ്യൂ കാര്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യാനുള്ളൊരിതോ ഒന്നും തന്നെയല്ല. സാധാരണഗതിയിൽ എല്ലാവരും ബ്ലൂ പാരറ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അതിനകത്ത് ജസ്റ്റ് ഒരു ചേഞ്ച്, അതായത് നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സാധനം എന്ന് പറയുന്നത് ഇതാണ്. പലരും കണ്ടിട്ടുണ്ടാവും. ഷോക്സിൻ്റെ വന്നിട്ട് ഓപ്പൺ കോം 2 എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ 2 മോഡൽ വരുന്നുണ്ട്. ഇനി ഒരെണ്ണം വന്നിട്ട് ഒരു USB ചെറിയ റിസീവറോട് ചേർന്ന് വരുന്നുണ്ട്, ലാപ്ടോപ്പും കാര്യങ്ങളിലും ഒക്കെ യൂസ് ചെയ്യാനായിട്ട്. ട്രക്കേഴ്സിന് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതിൻ്റെ വില ഞാൻ ലാസ്റ്റ് പറയാം. ഫസ്റ്റ് നമുക്ക് ഇതിനകത്തെ സംഭവം എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നല്ല അടിപൊളി ഒരു പാക്കിംഗ് ആണ് ഇതിനകത്ത് വരുന്നത്. ഈ ഒരു സാധനം ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്കത് പെട്ടെന്ന് തോന്നിയതും കൊണ്ട് മാത്രമാണ് ഞാനിത് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് നല്ലൊരു കവറിനകത്തൊക്കെ ഫിക്സ് ചെയ്ത് ഇതാണ് വരുന്നത്. ഇതിനകത്ത് ഇങ്ങനെ ഒരു ബാഗ് വരുന്നുണ്ട്. ബാലൻസ് ഇതിനകത്ത് കുറച്ച് യൂസർ മാനുവലും കാര്യങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട്. ഓക്കെ, സോ നമുക്കതൊന്നും ആവശ്യമില്ല, കാരണം ഓൾറെഡി നമ്മൾ ഇതിൻ്റെ പ്രോപ്പർ റിവ്യൂ ഒന്നുമല്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സാധനം എന്താണ് എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഇത്രയും നല്ലൊരു ബാഗാണ് വരുന്നത്. കണ്ടോ, നമ്മുടെ ചാർജിങ്ങിൻ്റെ കേബിൾ ഇവിടെ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹെഡ്സെറ്റ് ഇവിടെ വരുന്നുണ്ട്. ഈ 2 സംഭവം നമുക്ക് ഈ ബാഗിനകത്ത് തന്നെ സൂക്ഷിക്കണമെങ്കിൽ സൂക്ഷിക്കാം. ഓക്കെ, നമ്മുടെ ഈ ഹെഡ്സെറ്റ് നമ്മൾ എടുക്കുകയാണ്. ചാർജർ നോർമൽ C ടൈപ്പ് ചാർജറാണ്. നമ്മുടെ ഇപ്പോഴത്തെ പുതിയ മോഡല്, അതായത് ഐഫോണിനൊക്കെ വരുന്ന സെയിം ചാർജറാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. സോ അത് നമുക്ക് നോർമലി ഏത് പവർ അഡോപ്റ്റർ നമ്മൾ ഐഫോണിൽ യൂസ് ചെയ്യുന്നു അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സംഭവം നമ്മൾ എടുത്തു. ഇതിൻ്റെ യൂസ് ഓക്കെ, നമ്മളിപ്പോൾ ഇത് വെക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ തലയിലോ എങ്ങും ഇതാവുന്നില്ല. ഇതിലൊരു ചെറിയ ബൂമിങ് മൈക്കുണ്ട്. നമ്മുടെ കാതിൻ്റെ ഇവിടെയാണ് ഇതിരിക്കുന്നത്. 2 സൈഡും. അപ്പം അകത്തോട്ട് ഓൾറെഡി കാതിലേക്ക് വന്നിട്ട് ഉണ്ടാവുന്ന ഒത്തിരി നേരം അടഞ്ഞിരിക്കുന്നതുകൊണ്ടുണ്ടാവുന്ന ഇറിറ്റേഷനും കാര്യങ്ങളും ഇതുകൊണ്ട് ഒഴിവാകുന്നു. ഈ സംഭവം വർക്ക് ചെയ്യുന്നത് എന്ത് പ്രിൻസിപ്പിളിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോൺ കണ്ടക്ഷനാണ്. അതായത് നമ്മുടെ
ഈ ചെറിയ ബോണിലേക്ക് ടച്ച് ആയിരിക്കുമ്പോൾ ഉണ്ടാവുന്ന അതിലൂടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുന്നത്. അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് അധികം ഇറിറ്റേഷനോ കാര്യങ്ങളോ ഉണ്ടാവുന്നില്ല. സെയിം ബ്ലൂടൂത്ത് എങ്ങനെ പെയർ ചെയ്യുന്നു, നമ്മുടെ മറ്റുള്ള ഇതിനകത്ത് പെയർ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും പെയർ ചെയ്യുന്നത്. പെയർ ചെയ്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 ഡിവൈസ് യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. അപ്പം അത് പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ വ്യത്യാസം കണ്ടു കാണും ഓൾറെഡി. ഞാൻ ഇതുവരെയൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന ഓപ്പണായിട്ട് നോർമൽ ഇതിനകത്തുനിന്നായിരുന്നു. ഇപ്പം ഞാൻ ഇതിനകത്തൂടെയാണ് സംസാരിക്കുന്നത്. ആ ഒരു ഡിഫറൻസ് കാണാം. നമുക്ക് ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും നോയ്സ് ക്യാൻസലേഷൻ ആവുന്നുണ്ട് പ്രോപ്പർലി, അതുപോലെ തന്നെ കംഫോർട്ടബിളാണ്. പക്ഷേ ഇതിൻ്റെ ഒരേ ഒരു പ്രോബ്ലം ഞാൻ കണ്ടതിനകത്ത്, നമുക്ക് കണ്ടിന്യൂസ്ലി ഇവർ പറഞ്ഞേക്കുന്നത് 16 hours ആണ് നമ്മുടെ ചാർജ്, ബാറ്ററി ചാർജിൻ്റെ ഇത് പറയുന്നത്. പക്ഷെ കണ്ടിന്യൂസ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു 4 hours 4.5 hours മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ ട്രക്കേഴ്സ് ഇപ്പം കണ്ടിന്യൂസ് ആരും സംസാരിക്കുന്നവരില്ല. അവർ വന്നിട്ട് ഓൾറെഡി നമ്മുടെ ഹെഡിൽ വെച്ചിരിക്കുമെങ്കിൽ പോലും വന്നിട്ട് കോൾ വരുന്നുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ 11 hour 12 hour ടൈം പീരീഡ് അത് സുഖമായിട്ട് ഇത് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം ഇത് കൂടുതലായിട്ട് കംഫോർട്ടബിൾ ആണ് എന്നുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഒരു താല്പര്യം പ്രകടിപ്പിച്ചത്. കാരണം നമുക്ക് ഒരു ഇറിറ്റേഷനും ഉണ്ടാവുന്നില്ല, ഒരു പ്രശ്നങ്ങളുമില്ല, ഈസി ആയിട്ട് നമുക്ക് വെക്കാം. വെച്ചിട്ട് വന്നിട്ട് ഇവിടെ ഇരിക്കും. ഈ സാധനം നമുക്ക് ഇളകി പോകുമെന്നോ ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ കാതിലേക്ക് കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നോ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ നല്ലോണം കണ്ടുകൊള്ളുക. ഇതാണ് ഈ ഒരു സെറ്റിൻ്റെ യൂസ്. അപ്പം ഈ ഒരു സംഭവം നിങ്ങളിലേക്കൊന്ന് എത്തിക്കാനാണ് ഞാൻ ഇത് നോക്കിയത്. കാരണം പലരും കണ്ടിട്ടുണ്ടാവാം, പക്ഷെ എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു അനുഭവം അറിയാത്തതുകൊണ്ട് തന്നെ മേടിക്കുന്നുണ്ടാവില്ല. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നമുക്ക് എല്ലായിടത്തും കിട്ടുന്നുണ്ട്. ഇവിടുത്തെ ലൗസ് അതുപോലുള്ള ട്രക്ക് സ്റ്റോപ്പുകളിലെല്ലാം കിട്ടുന്നുണ്ട്. അതല്ലാതെ നമുക്ക് പിന്നെ കിട്ടുന്നത് അവൈലബിൾ ആമസോണിലുണ്ട്. എല്ലായിടത്തും സെയിം പ്രൈസാണ്. പ്രൈസിന് യാതൊരു വ്യത്യാസവുമില്ല. 159.99 ആണ് പ്ലസ് ടാക്സ്. സോ സാധനം വർത്താണ്. നമ്മൾ ആ കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്കിത് ഉപയോഗമുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാനിത് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങാം, യൂസ് ചെയ്യാം. ഷോക്സിൻ്റെയാണിത്, ഓപ്പൺ കോം 2. ഓക്കെ, താങ്ക് യു. ഇനിയൊരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നതിനേക്കും ബൈ.